നടന്മാരെ വിലയിരുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ താങ്കൾ ഒരിക്കൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ 5 നടന്മാരാണ് മലയാളത്തിൽ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. ആ 5 പേരിൽ താങ്കൾ മമ്മൂട്ടിയെ പെടുത്തിയില്ല. അതേ താങ്കൾ തന്നെ ഇപ്പോൾ പിന്നെ പളുങ്കിലെയും കറുത്ത പക്ഷിയിലെയും അഭിനയം കണക്കിലെടുത്ത് മമ്മൂട്ടിക്ക് ഈ വർഷത്തെ മികച്ച നടൻ അവാർഡ് കൊടുക്കാത്തതിനെതിരെ താങ്കൾ സംസാരിച്ചു. ഇപ്പോൾ മമ്മൂട്ടിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമാണ്. മെയ് വഴക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ മികച്ച നടന് മെയ് വഴക്കം വേണമെന്നില്ല. പ്രഭുദേവ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊരു ഡാൻസറാണ്. കമലഹാസനുള്ള മികച്ച നടനല്ല. ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആംഗികം, ആഹര്യം, വാച്യം എന്നീ അഭിനയ സങ്കേതങ്ങൾ വളരെ വ്യക്തമായി നിശ്ചയമുള്ള ഒരു അഭിനേതാവിന് മാത്രമേ അത് സാധ്യമാകൂ. അത് അനുഗ്രഹീത നടൻ മമ്മൂട്ടിക്കുണ്ട്. ഘനഗംഭീരമായ ശബ്ദം, ആകാര സൗഷ്ഠവം, വ്യക്തമായ വ്യാകരണത്തെക്കുറിച്ചുള്ള, ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം, കാരണശുദ്ധി, ശബ്ദത്തിലെ ആരോഹണ അവരോഹണ ക്രമീകരണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ. അതിലുപരി വീര്യം, രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി ആ കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മലയാള ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല.